നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ആയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള സിലബസിൽ വളരെ വ്യക്തമായി കൊടുത്തേക്കുന്ന ഓരോ മൊഡ്യൂൾ പോർഷൻ നമ്മൾ ഇന്ന് മുതൽ സിൻസിയറായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുകയാണ്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിലബസ് ടോപ്പിക് ആണല്ലോ കേരള ചരിത്ര നവോത്ഥാനം. കേരള ചരിത്ര നവോത്ഥാനത്തിൽ ആ സിലബസിൽ കൊടുത്തേക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് നമ്മൾ ഇന്ന് തീർത്തു പോവുകയാണ്. അപ്പൊ ഇന്ന് മുതൽ ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും നമ്മൾ തരുന്ന ക്ലാസ്സുകളായിക്കോട്ടെ, കണ്ടന്റുകളായിക്കോട്ടെ, നോട്ട്സുകളായിക്കോട്ടെ, പരീക്ഷകളായിക്കോട്ടെ കൃത്യമായി സിൻസിയറായി പഠിച്ച് റിവൈസ് ചെയ്ത് പോവുക. വരാൻ പോകുന്ന VFA പരീക്ഷയിൽ ആദ്യ റാങ്ക് നേടുന്ന തരത്തിലാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാനും ഈ ക്ലാസ്സും എല്ലാ നോട്ട്സുകളും എല്ലാം അസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ സിൻസിയർ ആയിട്ട് പഠിക്കുക. അപ്പൊ അതിൽ തന്നെ കേരള ചരിത്രം അല്ലെങ്കിൽ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് SCERTയിലും NCERTയിലും പ്രതിപാദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടന്റും ഒപ്പം ശ്രീധര മേനോൻ സാറിന്റെ കേരള ചരിത്രം, കേരള സംസ്കാരം, കേരള ചരിത്ര ശില്പികൾ എന്നറിയപ്പെടുന്ന 3 ടെക്സ്റ്റ് റെഫറൻസ് ആയിട്ട് എടുത്താണ് ഈ കണ്ടന്റുകളെല്ലാം നിങ്ങൾക്ക് തരുന്നത്. ഒപ്പം PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള സ്റ്റഡി പ്ലാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും സൗജന്യ പത്രവാർത്തകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മൈക്രോ നോട്ട്സുകൾ, പോൾ എക്സാം, ദെൻ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ശേഷം ഡെയിലി ടാർഗറ്റ് എക്സാം കൂടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള സൗജന്യ ക്ലാസ് കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടി എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനത്തിൽ വായനയിൽ ഉൾപ്പെടുത്തി പോവുക. ഏകദേശം 28,000-ലധികം ഉദ്യോഗാർത്ഥികൾ കൃത്യമായി അതിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണല്ലോ കേരള ചരിത്ര മുന്നേറ്റങ്ങൾ. അതിൽ തന്നെ SCERT ഫാക്റ്റുകളുണ്ട്, പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിൽ തന്നെ ആദ്യം ഒരു മുൻകാല വർഷ ചോദ്യം നിങ്ങളുമായി ഷെയർ ചെയ്യുക. ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ന്യൂജൻ ചോദ്യം ഇങ്ങനെയൊക്കെയാണല്ലോ വരുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഇങ്ങനെ തുടങ്ങി ധാരാളം ചോദ്യങ്ങൾ ഇപ്പോഴത്തെ മത്സര പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ഓപ്ഷൻ എ നോക്കിയേ. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ചു. ഓപ്ഷൻ ബി AD 788 ശങ്കരാചാര്യർ ജനിച്ചു. ഓപ്ഷൻ സി 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസീരിസ് തുറമുഖം ഇല്ലാതായി, കൊച്ചി തുറമുഖം രൂപപ്പെട്ടു. അങ്ങനെ 3 ഓപ്ഷൻ. 4ാമത്തെ ഓപ്ഷൻ എല്ലാ പ്രസ്താവനകളും ശരിയാ. അപ്പൊ നമുക്ക് ഈ കണ്ടന്റ് എങ്ങനെയാ എലിമിനേഷൻ ടെക്നിക്ക് കൂടി നമുക്ക് ഈ ആൻസറിലേക്ക് വരുന്നത്? വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. 1789 ടിപ്പു സുൽത്താൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി കേരളം ആക്രമിക്കുന്നത്. അപ്പൊ ടിപ്പു സുൽത്താൻ 1789 കേരളം ആക്രമിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവായ ഹൈദരാലിയും എന്ത് ചെയ്യുന്നുണ്ട്? കേരളം ആക്രമിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് നമുക്ക് വേണം. അപ്പൊ ഒന്നാമത്തെ വസ്തുത ശരിയാണ്. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. ഓപ്ഷൻ ബിയിലേക്ക് വന്നു. AD 788 ശങ്കരാചാര്യർ ജനിക്കുന്നു. അപ്പൊ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനാണല്ലോ ശങ്കരാചാര്യർ. അദ്വൈത ദർശനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ശങ്കരാചാര്യർ ജനിക്കുന്നത് AD 788. ആ സ്റ്റേറ്റ്മെന്റും ശരിയാ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. 1341 കേരളത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു ദുരന്തമാണല്ലോ വെള്ളപ്പൊക്കം. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസീരിസ് എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരിന്റെ ആദ്യകാല പേരാണ് മുസീരിസ്. മൊരിജി പട്ടണം എന്നൊക്കെ അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂര. ഈ മുസീരിസ് തുറമുഖം ഇല്ലാതായി. പിന്നീട് ഈ പറയുന്ന മുസീരിസ് തുറമുഖം ഇല്ലാതായി, ഒപ്പം കൊച്ചി തുറമുഖം രൂപപ്പെട്ടതും 1341 ഈ പറയുന്ന വെള്ളപ്പൊക്കത്തെ തുടർന്നാണ്. അത് ചരിത്രത്തിലുള്ളതാണ്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാ. അപ്പൊ നമുക്ക് വേണ്ട എന്താ? എല്ലാ പ്രസ്താവനകളും ശരിയാ. അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത ഈ പറയുന്ന ന്യൂജൻ ചോദ്യമായിട്ടുള്ള പ്രസ്താവന ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ആൻസർ കിട്ടണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന കേരള ചരിത്രമായിക്കോട്ടെ, ഏത് മേഖലയായിക്കോട്ടെ, ആ മേഖലകളുമായി ബന്ധപ്പെട്ട മുഴുവൻ കണ്ടന്റും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ടോപ്പിക്കിൽ നിന്നല്ല ഏത് ടോപ്പിക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ന്യൂജൻ ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതിൽ കേരള ചരിത്ര മുന്നേറ്റവുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട കണ്ടന്റുകളാണ്. ഒന്ന് ഉദയം പേരൂർ സുന്നഹദോസും മറ്റൊന്ന് കൂനൻ കുരിശ് സത്യവും. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ SCERT പാഠഭാഗ വസ്തുതയിൽ
പുതിയ SCERT-യിലും പഴയ SCERT-യിലും വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. കേരള ചരിത്ര മുന്നേറ്റം അതിൽ ഒന്നാമത്തെ വസ്തുതയാണ് ഉദയംപേരൂർ സുന്നഹദോസ് നടക്കുന്നത് AD 1599. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, എന്തുവാ ഈ ഉദയംപേരൂർ സുന്നഹദോസ്? വേറെ ഒന്നുമില്ല, കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളവരാക്കി മാറ്റാൻ വേണ്ടി ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനത്തിന്റെ പേരാണ് ഉദയംപേരൂർ സുന്നഹദോസ്. ഈ ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന വർഷം AD 1599 ആണെന്ന് ഞാൻ പറഞ്ഞു. 813 ആളുകൾ ഈ പറയുന്ന ഉദയംപേരൂർ സുന്നഹദോസിൽ പങ്കെടുത്തു. ഈ ഉദയംപേരൂരിന്റെ അല്ലെങ്കിൽ ഉദയംപേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് അലക്സിസ് ഡി മെനസിസ് ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ, ഉദയംപേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ അലക്സിസ് ഡി മെനസിസ് ആണ്. അപ്പൊ എന്താ ഈ ഉദയംപേരൂർ സുന്നഹദോസ് എന്ന് പറഞ്ഞാൽ? കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനത്തിന്റെ പേരാണ് ഉദയംപേരൂർ സുന്നഹദോസ്. ഇനി അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട മുന്നേറ്റമാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ. 1653 ജനുവരി 3 കൂനൻ കുരിശ് പ്രതിജ്ഞ എന്നറിയപ്പെടുന്ന ചരിത്ര സംഭവം നടക്കുക. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, മതരംഗത്ത് പോർച്ചുഗീസുകാരുടെ പരാജയത്തിന് ഇടയാക്കിയ സംഭവം. നമ്മൾ പറയും യൂറോപ്യന്മാരുടെ വരവുമായി ബന്ധപ്പെട്ട് പോർച്ചുഗീസുകാർ ആദ്യം വന്നു കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക്. യൂറോപ്യൻ ശക്തികളുടെ വരവിനെ പറ്റി പറയുമ്പം ആദ്യം വന്ന യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരെന്നാ പറയുന്നേ, രണ്ടാമത് വന്നത് ഡച്ചുകാരെന്നാ പറയുന്നേ, മൂന്നാമത് വന്നത് ബ്രിട്ടീഷുകാരാണ്, നാലാമത് വന്നത് ഫ്രഞ്ചുകാരാണ്. അപ്പം മതരംഗത്ത് ഈ പറയുന്ന പോർച്ചുഗീസുകാരുടെ പരാജയത്തിനിടയാക്കിയ സംഭവമാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ. അപ്പൊ എന്താ ഈ കൂനൻ കുരിശ് പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നുമില്ല, ബാബിലോണിയൻ സുറിയാനി ബിഷപ്പായ മാർ അഹറ്റല്ല എന്നറിയപ്പെടുന്ന ബിഷപ്പിനെ പോർച്ചുഗീസുകാര് വധിച്ചു എന്ന പ്രചാരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ എന്നറിയപ്പെടുന്ന ചരിത്ര സംഭവം നടക്കുന്നത് 1653 ജനുവരി 3. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന കൂനൻ കുരിശ് പ്രതിജ്ഞയ്ക്ക് ശേഷം സുറിയാനികള് മെത്രോപൊലിത്തയായിട്ട് അഭിഷേകം ചെയ്ത വ്യക്തിയുടെ പേര് ആർച്ച് ഡീക്കൻ തോമസ് ആണ്. അദ്ദേഹത്തെയാണ് മാർത്തോമ 1 എന്നറിയപ്പെടുന്നത്. ആർച്ച് ഡീക്കൻ കോശി ഉണ്ട്, അത് വേറെ ഇത് വേറെ. ആർച്ച് ഡീക്കൻ തോമസ് വേറെ, ആർച്ച് ഡീക്കൻ കോശി വേറെ. അപ്പൊ കൂനൻ കുരിശ് പ്രതിജ്ഞ എന്നാ നടന്നേ? 1653 ജനുവരി 3. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, നമുക്ക് വേണ്ട ഓരോ കണ്ടന്റും ഡിസ്കസ് ചെയ്തു പോവാം. ഏകദേശം 3500-ലധികം റിസൾട്ട് ആയിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ച് നമ്മൾ തുടങ്ങിയാണ്. പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് 9072728242 നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയാണോ ഫോക്കസ് കൊടുക്കുന്നത് അതിനുശേഷം നിങ്ങളുടെ പേര്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും പേർക്ക്, സിബി ഉൾപ്പെടെ, മിനി ഉൾപ്പെടെ, സന്ധി ഉൾപ്പെടെ, ഷഹനാസ് ഉൾപ്പെടെ പ്രിയപ്പെട്ട 3500-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ സർവീസിൽ കയറാമെങ്കിൽ നിങ്ങൾക്കും കയറാം. അപ്പൊ ഉഷാറായിട്ട് പഠിക്കുക. പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നു എങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ശങ്കരാചാര്യർ എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. ഈ പറയുന്ന ശങ്കരാചാര്യരുടെ കാലഘട്ടം AD 788 മുതൽ 820 വരെയാണ്. അപ്പൊ ശങ്കരാചാര്യർ ജനിക്കുന്നത് AD 788-ലും അദ്ദേഹം മരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിയോഗം AD 820-ലാണ്. ഈ പറയുന്ന ശ്രീ ശങ്കരാചാര്യനെ അറിയപ്പെടുന്ന പേരാണല്ലോ പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യരാണ്. ഭാരതീയ ദർശനങ്ങളെ നവീകരിച്ച കേരള നവോത്ഥാന നായകൻ. ഭാരതീയ, ഇത് PYQ ആണ്, ഭാരതീയ ദർശനങ്ങളെ നവീകരിച്ച കേരള നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യരാണ്. ഈ ശ്രീ ശങ്കരാചാര്യന്റെ ജന്മസ്ഥലം അത് എറണാകുളം ജില്ലയിലെ കാലടി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഇനി ഈ പറഞ്ഞ ശ്രീ ശങ്കരാചാര്യർ പ്രചരിപ്പിച്ച ദർശനമാണല്ലോ അദ്വൈത ദർശനം. ഇത് മത്സര പരീക്ഷാ ചോദ്യമാണ്. ഈ അദ്വൈത ദർശനത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാ ഭാരതീയ ദർശനങ്ങളുടെയും പൂർണ്ണത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദർശനം ഏത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം അദ്വൈത ദർശനമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ കേരള ചരിത്ര മുന്നേറ്റങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും നിർണായകമായി പഠിക്കേണ്ട ഒരു വസ്തുതയാണ് അഞ്ചുതെങ്ങ് കലാപം. 1697-ലാണല്ലോ അഞ്ചുതെങ്ങ് കലാപം. ഈ പറയുന്ന അഞ്ചുതെങ്ങ് കലാപം പഠിക്കുന്ന അതേ സമയത്ത് 5 പ്രധാനപ്പെട്ട കണ്ടന്റ് നിങ്ങൾ പഠിക്കണം. ഒന്ന് 1684, 1690, 1695, 1697. ഈ 4 വർഷങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. 1684 പ്രത്യേകത എന്താണെന്നറിയാവോ? ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക്
തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം എന്നറിയപ്പെടുന്ന സ്ഥലത്ത്, മറക്കരുത്, വീണ്ടും ആവർത്തിക്കുന്നു, 1684 മുമ്പേ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർക്ക് ഒരു പണ്ടകശാല, വ്യാപാര കേന്ദ്രം തുറക്കാൻ അല്ലെങ്കിൽ അനുമതി കൊടുക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ തിരുവിതാംകൂർ രാജവംശത്തിലെ ഉമയമ്മ റാണി എന്നറിയപ്പെടുന്ന ആറ്റിങ്ങൽ റാണി അനുവാദം കൊടുക്കുന്നുണ്ട്. ദെൻ 1684 ഈ പറയുന്ന അഞ്ചുതെങ്ങ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു പണ്ടകശാല തുറക്കാൻ അനുമതി ഈ പറയുന്ന ഉമയമ്മ റാണി എന്നറിയപ്പെടുന്ന ആറ്റിങ്ങൽ റാണി കൊടുക്കും. ആർക്ക്? ബ്രിട്ടീഷുകാർക്ക് 1684. ഇനി അതേ അഞ്ചുതെങ്ങിൽ 1690 ഒരു കോട്ട കെട്ടിക്കോ എന്നും പറഞ്ഞ ഒരു അനുമതി കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ 1684 എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഉമയമ്മ റാണി എന്നറിയപ്പെടുന്ന ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് ഈ പറയുന്ന ഇവിടെ അഞ്ചുതെങ്ങിൽ, വിഴിഞ്ഞത്തല്ല, അഞ്ചുതെങ്ങിൽ ഒരു പണ്ടകശാല തുറക്കാൻ അനുമതി കൊടുക്കുന്നു. അനുമതി കിട്ടി, അവര് പണ്ടകശാല അല്ലെങ്കിൽ വ്യാപാര കേന്ദ്രം തുറന്നു. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച പണ്ടകശാല അല്ലെങ്കിൽ വ്യാപാര കേന്ദ്രം ഏതല്ല? ഈ പറയുന്ന അഞ്ചുതെങ്ങല്ല, അത് വിഴിഞ്ഞമാണ്. മറക്കരുത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഉമ്മിണിത്തമ്പിയാണ്. നമ്മൾ ഈ പറയുന്നത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് പറയും, അതല്ല, ഈ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ഉമ്മിണിത്തമ്പിയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ വിഴിഞ്ഞം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വ്യാപാര കേന്ദ്രം തുടങ്ങാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി കൊടുക്കും. ദെൻ അവര് രണ്ടാമത്തെ പണ്ടകശാല തുറക്കുന്നത് ഈ പറഞ്ഞ അഞ്ചുതെങ്ങില 1684. പിന്നീട് 1690 അവിടെ ഒരു കോട്ട കെട്ടിക്കോ, അഞ്ചുതെങ്ങിൽ ഒരു കോട്ട കെട്ടിക്കോളാൻ പറഞ്ഞ് അനുമതി കൊടുക്കും ബ്രിട്ടീഷുകാർക്ക്. ഇനി ഈ പറയുന്ന അനുമതിയുടെ പശ്ചാത്തലത്തിൽ 1695 ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി പൂർത്തിയാക്കും. 1695. അപ്പൊ ഇങ്ങനത്തുള്ള സൗജന്യങ്ങളെല്ലാം ആര്? ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർക്ക് ഉമയമ്മ റാണി എന്നറിയപ്പെടുന്ന ആറ്റിങ്ങൽ റാണി കൊടുക്കുക. ഈ പറയുന്ന അതിന്റെ പശ്ചാത്തലത്തിൽ ധാരാളം പ്രതിഫലവും പാരിതോഷികവും ഒക്കെ ഈ പറയുന്ന ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഉമയമ്മ റാണി കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട വസ്തുത 1697 അഞ്ചുതെങ്ങ് കലാപം. ഈ കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കുരുമുളകിന്റെ വ്യാപാര കുത്തക ആര് സ്വന്തമാക്കും? ബ്രിട്ടീഷുകാർ സ്വന്തമാക്കുന്നതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം. അപ്പൊ ഈ പറയുന്ന കുരുമുളകിന്റെ വ്യാപാര കുത്തകയുടെ അധികാരം ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത് ആരാ? ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഉമയമ്മ റാണിയാ. അപ്പൊ ഉള്ള സൗജന്യങ്ങളെല്ലാം കൊടുത്ത് അവസാനം യവനപ്രിയ എന്നറിയപ്പെടുന്ന, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കാർഷിക വിളയായ കുരുമുളകിന്റെ വ്യാപാര കുത്തക കൂടി ആർക്ക് കൊടുക്കുന്നു? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നു. അത് ഈ പറഞ്ഞ അഞ്ചുതെങ്ങിലെ അല്ലെങ്കിൽ ആറ്റിങ്ങൽ പ്രദേശ നിവാസികൾക്ക് പ്രതിഷേധം ഉണ്ടായി. അവരെന്ത് ചെയ്യുന്നു? കലാപം സംഘടിപ്പിക്കുന്നു. അതാണ് 1697 അഞ്ചുതെങ്ങ് കലാപം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല എന്നറിയപ്പെടുന്നത് അത് അഞ്ചുതെങ്ങ. കേരളത്തിൽ 3 സ്ഥലങ്ങളിലാണ് ബ്രിട്ടീഷുകാർ പണ്ടകശാല സ്ഥാപിക്കുന്നത്. ഒന്ന് വിഴിഞ്ഞം, മറ്റൊന്ന് അഞ്ചുതെങ്ങ്, 3 തലശ്ശേരി. അവസാനം ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്ന ഒരു കലാപമുണ്ട്. ആ കണ്ടന്റിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നറിയപ്പെടുന്ന ജോൺ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാ? അത് അഞ്ചുതെങ്ങാണെന്ന് ഓർക്കണം. ദെൻ തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങില് ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല, കോട്ട ഇതൊക്കെ സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ആരാ? അത് ഉമയമ്മ റാണി എന്നറിയപ്പെടുന്ന ആറ്റിങ്ങൽ റാണിയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വസ്തുത, ഈ പറഞ്ഞ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരന്റെ പേരാണ് ജോൺ ബ്രാബോൺ. ഒന്ന് നോട്ട് ചെയ്തേക്കണം. SCERTയിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടന്റ് ഒന്ന് ഓർത്തു വെക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വസ്തുത 1684 പണ്ടകശാല തുറക്കാൻ, അഞ്ചുതെങ്ങിൽ പണ്ടകശാല തുറക്കാനുള്ള അനുമതി കിട്ടി. 1690 അവിടെ ഒരു കോട്ട കിട്ടാനുള്ള അനുമതി ലഭിച്ചു. ക്ലിയർ ആണോ? ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം 1695. ഇനി ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 പണ്ടകശാലകളാണ്. ഒന്ന് വിഴിഞ്ഞം, മറ്റൊന്ന് അഞ്ചുതെങ്ങ്, മറ്റൊന്ന് തലശ്ശേരി. മറക്കരുത്, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി. ലാൻഡ് ഓഫ് 3C എന്നറിയപ്പെടുന്നത് തലശ്ശേരിയ. ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, 1000 തെങ്ങ് സ്ഥിതി ചെയ്യുന്ന എവിടെയാ? അത് കൊല്ലം ജില്ലയിലല്ലയോ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഇന്ത്യയിലെ ആദ്യത്തെ
കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഇത്രയും ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ കമന്റ് ചെയ്യേണ്ട, നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ഒരു സഹായം ഇതാണ്. ചോദ്യം ഇങ്ങനെയാണ്, 2 ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം രേഖപ്പെടുത്തണം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥാപിതമായി? രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ സുനാമി മ്യൂസിയം എവിടെ സ്ഥാപിതമായി? ഇത് രണ്ടും കൊല്ലം ജില്ലയില. ഇന്ത്യയിൽ ആദ്യ കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യ സുനാമി മ്യൂസിയം എവിടെയാണ്? ഈ 2 ചോദ്യങ്ങളും മുൻകാല വർഷ ചോദ്യമാണ്. അപ്പൊ ഒന്ന് കമന്റ് ചെയ്തേക്ക്. എന്റെ സന്തോഷത്തിന് വേണ്ടിയല്ല, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഒന്ന് കമന്റ് ചെയ്തേക്കുക. ദെൻ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം, വർഷം 1697. ഇനി കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ അത് 1721 ആറ്റിങ്ങൽ കലാപമാണ്. രണ്ടും 2 ചോദ്യമാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, പരീക്ഷാളി കയറുന്ന സമയത്ത് തിരിഞ്ഞു പോരുത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അത് അഞ്ചുതെങ്ങ് കലാപം, വർഷം 1697. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്, വർഷം 1721. ഇനി ഇത് രണ്ടും പരീക്ഷാളി കയറുമ്പം തിരിഞ്ഞു പോകും എന്ന് ഉറപ്പുള്ളവർ മാത്രം ചിന്തിച്ചാൽ മതി. ആദ്യ അക്ഷരമാണ് ആ. അതിന് ശേഷം ഇത്രയും കൂടെ സംഘടിച്ചല്ലേ നമ്മൾ ആ എന്ന് പറയുന്നത്. ഇനി വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മൾ ആശാൻ പള്ളിക്കൂടത്തിലോ അല്ലെങ്കിൽ LKGയിലോ UKGയിലോ ഈ പറയുന്ന 1ാം ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ടീച്ചർമാർ നമ്മളെ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? ആ എന്ന് പറഞ്ഞല്ലേ പഠിപ്പിക്കുന്നത്. ഇത് തന്നെ ഒരു ലോജിക്ക്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യത്തെ അക്ഷരം, ആദ്യ കലാപം ഏതാ? അഞ്ചുതെങ്ങ് കലാപം. ഇത്രയും കൂടെ സംഘടിച്ച് നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇത്രയും കൂടെ സംഘടിച്ച് നമ്മൾ ആ എന്ന് പറയത്തില്ലയോ? ഇതാണ് ലോജിക്ക്. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപം, ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. തിരിയല്ലേ? ഇനി നമുക്ക് വേണ്ടത് ഈ ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രത്യേകതയുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരും, ആറ്റിങ്ങൽ കലാപത്തിന്റെ വർഷം 1721 ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. നടന്ന വർഷം, തീയതി ഉൾപ്പെടെ പഠിക്കണം. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഈ ആറ്റിങ്ങൽ കലാപത്തിന്റെ 300ാം വാർഷികമാണ് 2021 ആചരിച്ചത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പം 100ാം വാർഷികം, 150ാം വാർഷികം, 200ാം വാർഷികം, 250 അങ്ങനത്തുള്ള ഡിജിറ്റൽ ബേസ്, അതായത് നമ്മൾ ഈ പറയുന്ന ഫാൻസി നമ്പർ ഉണ്ടല്ലോ, 75, 50, 100 ഇങ്ങനത്തൊക്കെയുള്ള വാർഷികങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. കാരണം എന്താ? പരീക്ഷാളി കയറുന്ന സമയത്ത് ഈ പറഞ്ഞ വാർഷികങ്ങൾ, ഈ പറയുന്ന ചരിത്ര മുന്നേറ്റങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ 2021 300ാം വാർഷികം ആഘോഷിച്ച കേരള ചരിത്ര മുന്നേറ്റമാണ് ആറ്റിങ്ങൽ കലാപം. ഈ ആറ്റിങ്ങൽ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കലാപകാരികള് ഏഞ്ചല കോട്ട പിടിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കും. 1721 മുമ്പ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നല്ലോ. ഈ ആറ്റിങ്ങൽ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബ്രിട്ടീഷുകാര് ഈ പറയുന്ന അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുന്നുണ്ട്. ഇനി ആറ്റിങ്ങൽ കലാപത്തിൽ എന്തോ ചെയ്യുന്നത്? ആറ്റിങ്ങൽ കലാപത്തിൽ ഈ പറഞ്ഞ കലാപകാരികൾ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഈ പറഞ്ഞ അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുന്നു. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന 1721 ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷ് സൈന്യം അടിച്ചമർത്തുന്നത് തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ അവിടെ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. 1721 ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്? കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തുന്നത്. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രധാന കാരണങ്ങൾ മിക്ക ആളുകളും മനസ്സിൽ കരുതും. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ കുരുമുളകിന്റെ വ്യാപാര കുത്തക ആർക്ക് കൊടുത്തു? ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു, സംബന്ധിച്ചു. പക്ഷേ ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന്, ബ്രിട്ടീഷുകാരുടെ അഴിമതി, വൻതോതിലുള്ള അഴിമതി. ദെൻ കുരുമുളക് വിലയിൽ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നറിയപ്പെടുന്ന ജോൺ കമ്പനി കാണിച്ച ക്രമക്കേട് മൂന്നാമത്തെ വസ്തുത. ഇതൊന്നും കൂടാതെ ഈ അഴിമതി കാണിച്ചു, കുരുമുളക് വിലയിൽ കമ്പനി, ഈ പറയുന്ന ജോൺ കമ്പനി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്രമക്കേട് കാണിച്ചു. അതൊക്കെ ഓക്കെ. അത് കൂടാതെ ബ്രിട്ടീഷുകാര് ആറ്റിങ്ങൽ റാണിക്ക് എന്ത് നൽകി വരുന്നുണ്ട്? പാരിതോഷികം. ഉള്ള സൗജന്യങ്ങളിൽ ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഉമയമ്മ റാണി കൊടുത്തു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇവർക്ക് തത്തുല്യമായിട്ട് പാരിതോഷികം കൊടുക്കണം. ഈ പാരിതോഷികം അവിടുത്തെ പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കന്മാരുണ്ട്, പിള്ളമാരെന്നറിയപ്പെടും. നമ്മൾ 8 വീട്ടിൽ പിള്ളമാരെന്നൊക്കെ ഇല്ലയോ, ഈ പിള്ളമാരിലൂടെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും.
ഈ പിള്ളമാർ ഇത് വിസമ്മതിക്കും. ഇതിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാര് 140 സൈനികരുടെ അകമ്പടിയോടുകൂടി ഈ പാരിതോഷികം ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഉമയമ്മ റാണി കൊടുക്കാൻ നേരിട്ടെത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തും. ഈ ശ്രമം ആരറിയും? ഈ പറയുന്ന അഞ്ചുതെങ്ങിലുള്ള ആറ്റിങ്ങലിലുള്ള പ്രാദേശിക ആളുകൾ അറിയും. അവരങ്ങനെ എന്ത് ചെയ്യും? ഈ പറയുന്ന 140 സൈനികരുടെ അകമ്പടിയോടുകൂടി ഈ പാരിതോഷികം കൊണ്ടുവരാൻ വേണ്ടി വരുന്ന ഈ വഴിയുടെ മധ്യഭാഗത്ത് നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യും? ഇവരെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപമെന്ന് ഈ പറയുന്ന എന്തിനെ? ആറ്റിങ്ങൽ കലാപത്തെ അറിയപ്പെടുന്നത്. ആറ്റിങ്ങൽ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കും. ആ ഉടമ്പടിയുടെ പ്രത്യേകതയാണ് വേണാട് ഉടമ്പടി എന്ന പേരോടുകൂടി പഠിക്കേണ്ടത്. അപ്പൊ ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി. ഈ വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് 1723 രണ്ട് ഭരണാധികാരികൾ, തിരുവിതാംകൂറുകാർക്ക് വേണ്ടി ആര്? മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അലക്സാണ്ടർ ഓമും. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് 1723 മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും കൂടിയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി ഏത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏതാണ്? അത് വേണാട് ഉടമ്പടിയാണ്. വർഷം പറഞ്ഞേ 1723. ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നറിയപ്പെടുന്ന ജോൺ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി വേണാട് ഉടമ്പടിയാണ്. ഇനി ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് ഗിഫോർഡ്. മറക്കല്ലേ. ഇനി ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ, അവിടുത്തെ ഈ ആറ്റിങ്ങൽ പ്രദേശത്തെ അഞ്ചുതെങ്ങ് പ്രദേശത്തെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ പിടിച്ചടക്കിയ കോട്ട ഏതെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കോട്ടയാണ്. അത് തന്നെയാണ് ഏഞ്ചലോ കോട്ട എന്നറിയപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്, റിവൈസ് ചെയ്തത്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ഇതിന് നോട്ട്സ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ആ നോട്ട്സ് PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും നിങ്ങളുടെ മത്സര പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സുകളും പത്രവാർത്തകളും PDF നോട്ട്സുകളും പോൾ എക്സാം എല്ലാം കൃത്യമായിട്ട് ഈ പറയുന്ന ഏകദേശം 28,000-ലധികം ഉദ്യോഗാർത്ഥികൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വരാൻ പോകുന്ന VFA ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ നേടും. കാരണം അത്രയേറെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, അത്രയേറെ നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ SCRT ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളും NCERT ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളും കറണ്ട് അഫയേഴ്സ് കണ്ടന്റുകളെല്ലാം PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മയിൽ ഓരോ ടീച്ചേഴ്സും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.